ഒരു അടിപൊളി കിടിലൻ കറിയാണ് കേട്ടോ. ആദ്യം മഷ്റൂമും ബ്രൊക്കോളി നമ്മളിന്ന് നന്നായി കഴുകിയ ശേഷം മഞ്ഞൾപ്പൊടിയിലിട്ടോ അത് വേവിക്കുന്നൊരു ശീലം എനിക്കുണ്ട്. എന്നിട്ട് ഞാൻ ഉള്ളി, ക്യാപ്സിക്കം, ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില അങ്ങനെയുള്ള സാധനങ്ങൾ, ബീൻസ് ഒക്കെ നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം ജീരകം പൊട്ടിച്ച് ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, സവാള, ബീൻസ് ഇതെല്ലാം നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മുടെ ബ്രൊക്കോളി, മഷ്റൂം ഒക്കെ അത് കുറച്ചൊന്ന് വെന്ത സാധനങ്ങളാണ് കേട്ടോ. അതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം അതും ഒന്ന് നല്ല രീതിയിലൊന്ന് യോജിച്ച ശേഷമാണ് നമ്മൾ പിന്നെ ക്യാപ്സിക്കവും മല്ലിയിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ സത്യം പറഞ്ഞാൽ ഈ മഷ്റൂമിൽ നിന്ന് വെള്ളം ഇറങ്ങും കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളമൊന്നും യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ്, ചില്ലി ഫ്ലേക്സ് ഇത് രണ്ടും ആവശ്യത്തിന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നല്ലതായിട്ട് ബ്ലെൻഡായി പോകും. പിന്നെ ആവശ്യത്തിന് കുരുമുളക് പൊടിയും കൂടെ നന്നായിട്ട് പൊടിച്ചിട്ട് വിൻ്റർ സീസൺ ആയതുകൊണ്ട് ഞാൻ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള കുരുമുളക് പൊടി എരിവിന് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതെല്ലാം നന്നായി സോട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു കിടിലം കറി റെഡിയാവും. കണ്ടോ, ആ മഷ്റൂമിൽ നിന്ന് ഇറങ്ങിയ വെള്ളം കൊണ്ടാണ് അത് എല്ലാം വെന്തോളും. അപ്പോൾ എനിക്ക് ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ ദാൽ കിച്ചടിയുടെ കൂടെ കഴിക്കാനായിട്ട് ഞാൻ വെറുതെ ഒന്ന് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ വെസ്റ്റേൺ പരിപാടികളൊക്കെ ഉണ്ടെങ്കിലും കുഞ്ഞാണെങ്കിൽ കഞ്ഞിയും പയറും കൂട്ടാനും എല്ലാം കൂടി ഒരു പിടി പിടിക്കുകയാണ്. കാരണം നമ്മൾ ഉണ്ടാക്കിയ കറി അവൻ കുറച്ച് കഴിച്ചു. അതിന് ഭയങ്കര സ്പൈസ് ലെവൽ ഇച്ചിരി കൂടുതൽ കാരണം അവനത് കുറച്ച് ടേസ്റ്റ് നോക്കിയിട്ട് പിന്നെ കഞ്ഞി കുടിച്ചോളാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം.